ഹലോ. ഹലോ അമ്മ. ഞാൻ അമ്മയോട് മിണ്ടില്ല. അതെന്താ മോനെ? എന്താ അമ്മയോട് മിണ്ടാത്തെ? അമ്മയോട് മോന് എന്താ ദേഷ്യം? എന്റെ സുഹൃത്ത് ശ്രുതിയില്ലേ, അവളുടെ അമ്മ ഇന്ന് വന്ന് അവളെ കണ്ട് അവൾക്ക് പുതിയ ഡ്രസ്സും കാറും എല്ലാം മേടിച്ചു കൊടുത്തു. പോ അമ്മേ, അമ്മ എന്നെ കാണാൻ ഇന്ന് വന്നില്ലല്ലോ. ഇന്നലെയല്ലേ അമ്മ മോനെ വന്ന് കണ്ടത്? പക്ഷെ ഇന്ന് വന്നില്ലല്ലോ. പോ, ഞാൻ അമ്മയോട് പിണക്കുക. മോൻ അമ്മയോട് സംസാരിച്ചില്ലെങ്കിൽ അമ്മ കരയും. അമ്മേ, അമ്മേ ഞാൻ വെറുതെ പറഞ്ഞതാ. എന്തിനാ കരയുന്നേ? എന്റെ ചുന്നരിയമ്മയല്ലേ, എന്റെ മുത്തല്ലേ, കരയാതെ കേട്ടോ. അമ്മ എന്നെ കാണാൻ വരുമ്പോ ചോക്ലേറ്റ് എല്ലാം മേടിച്ചു തരാം. ശരി, അമ്മ കരയില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ അമ്മ ഇന്ന് വന്ന് എന്നെ കാണണം. എന്നാലേ ഞാൻ അമ്മയ്ക്ക് ചോക്ലേറ്റ് മേടിച്ചു തരൂ. അയ്യോ, അമ്മയ്ക്കിന്ന് ഒരുപാട് പണിയുണ്ടല്ലോ. അമ്മേ നാളെ വന്ന് മോനെ കണ്ടോളാം കേട്ടോ. നാളെയോ? ശരി. പക്ഷെ അങ്ങനെയാണെങ്കിൽ അമ്മ വേണ എനിക്ക് ചോക്ലേറ്റ് മേടിച്ചു തരാം. ഓക്കേ അല്ലേ? ശരിയടാ മോനെ. അങ്ങനെ മേടിക്കുമ്പോ ശ്രുതിക്കും ചേർത്ത് മേടിക്കണം. മറക്കരുത് കേട്ടോ. എന്റെ മോനും ശ്രുതി മോക്കും കേക്കും ചോക്ലേറ്റും കാറും ബൊമ്മയും എല്ലാം അമ്മ വാങ്ങിക്കൊണ്ട് വരാം. എന്തേ പോരെ? ബൊമ്മയും കാറോ? വാവ്, നല്ല അമ്മ. ചക്കര ഉമ്മ. ഭക്ഷണം കഴിച്ചിട്ട് നന്നായിട്ട് കിടന്നുറങ്ങ്. അമ്മേ രാവിലെ വന്ന് മക്കളെ കാണാം കേട്ടോ. ഓക്കേ അമ്മ. ഗുഡ് നൈറ്റ്. ലവ് യു. ലവ് യുടാ മോനെ. ഗുഡ് നൈറ്റ്. എന്നാ ഞാൻ ഫോൺ കട്ട് ചെയ്യട്ടെ. ബൈ. ഹലോ. ഹലോ ബോന. പറയേട്ടാ. എന്താ ഉറങ്ങുമായിരുന്നു? അതെ രമേശ് ഏട്ടാ, ഇന്നലെ രാത്രി പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. പറയേട്ടാ, എന്തെങ്കിലും അത്യാവശ്യമാണോ? സോറി ട്ടോ, നിന്നോട് ചോദിക്കാതെ തന്നെ ഞാനൊരു അപ്പോയിൻമെന്റ് ഫിക്സ് ചെയ്തു. എന്താ രമേശ് ഏട്ടാ, ഏട്ടൻ അറിയാവുന്നതല്ലേ. ഇത് ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നതാ. അത് മാത്രമല്ല, എനിക്ക് പീരിയഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണവും ഉണ്ട്. പ്ലീസ് ഈ അപ്പോയിൻമെന്റ് ഒന്ന് ക്യാൻസൽ ചെയ്യാവോ? ബോന, നിന്റെ ക്യാരക്ടറിനെ കുറിച്ച് എനിക്ക് നന്നായി അറിയാം. നിനക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ ചെയ്യില്ല എന്ന് നിനക്ക് തന്നെ അറിയാം. ഇത് നീ വിചാരിക്കുന്ന പോലെ റെഗുലർ അപ്പോയിൻമെന്റ് ഒന്നുമല്ല. ജസ്റ്റ് 1 hour അദ്ദേഹത്തിനോട് സംസാരിക്കണം, അത്രേ ഉള്ളൂ. എന്താ ഓക്കെ അല്ലേ? സംസാരിക്കാനാണെങ്കിൽ എന്തിനാ എൻ്റെ അടുത്ത് വരുന്നത്? വേറെ ആരെങ്കിലും ചെന്ന് കാണാൻ പറ. നീ വിചാരിക്കുന്ന പോലെ ഫാമിലിയെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയല്ല അദ്ദേഹം വരുന്നത്. ഇത് നിന്നെ കുറിച്ചുള്ള ഇന്റർവ്യൂവിന്റെ അപ്പോയിൻമെന്റ് ആണ്. ഇന്റർവ്യൂവോ? എന്താ ഏട്ടായി പറയുന്നത്? എന്നെ ഇന്റർവ്യൂ ചെയ്യാനും മാത്രം ഞാൻ എന്ത് നേടിയെടുത്തുന്നാ? പക്ഷേ ഇന്റർവ്യൂ എടുക്കാൻ വരുന്ന ആള് നിന്നെ തന്നെ ഇന്റർവ്യൂ എടുക്കണമെന്ന് വാശി പിടിക്കുകയാണ്. എന്താ ഏട്ടാ ഇത്? എന്നെ ഇന്റർവ്യൂ ചെയ്തിട്ട് എന്ത് കിട്ടാനാ? അത് മാത്രമല്ല, ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കും. ആഹ്, ഇതൊന്നും സെറ്റാവില്ല ഏട്ടാ. ബോന, നിന്നെ ഇന്ന് ഇന്റർവ്യൂ എടുക്കാൻ വരുന്ന അദ്ദേഹത്തിന്റെ പേര് മിസ്റ്റർ ചന്ദ്രശേഖർ. അദ്ദേഹം ഒരു ജേർണലിസ്റ്റ് ആണ്. സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് ആർട്ടിക്കിൾസ് എഴുതിയിട്ടുണ്ട്. നിന്നെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി അദ്ദേഹം എന്നെ 3 മാസമാണ് ഫോളോ ചെയ്യുന്നത്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് അന്വേഷിച്ചതിന് ശേഷമാണ് അപ്പോയിൻമെന്റിന് ഓക്കെ പറഞ്ഞത്. അതുമാത്രമല്ല, അദ്ദേഹത്തിനോട് വേറെ ആരും വരുമില്ല. അതുകൊണ്ട് നീ വിചാരിക്കുന്ന പോലെ യാതൊരു ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കില്ല. നല്ലോണം ആലോചിച്ച് ഒരു തീരുമാനം പറയും. നിന്നോടുള്ള വിശ്വാസത്തിൽ ഓക്കെ പറഞ്ഞു പോയി. ഏട്ടൻ ഇത്രയും ചോദിക്കുന്നതുകൊണ്ട് ഞാൻ സമ്മതിക്കാം ഏട്ടാ. അരുതാത്തതൊന്നും സംഭവിക്കാണ്ട് നോക്കണേ. എന്താന്ന് വെച്ചാ, നാളെ അതെന്റെ കുട്ടികളുടെ ഭാവിയെ യാതൊരു വിധത്തിലും ഒരിക്കലും ബാധിക്കരുത്. തീർച്ചയായും ഈ ഇന്റർവ്യൂ നിന്റെ ജീവിതത്തിൽ ഒരു ചെറിയ
മാറ്റമെങ്കിലും ഉണ്ടാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം കൃത്യം 3 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം വിളിക്കുണ്ടോ? ശരി ഏട്ടാ. ഹലോ. ഹലോ, ഇത് ഭുവനയല്ലേ? അതെ, നിങ്ങളാരാ? രമേശാ നിങ്ങളുടെ നമ്പർ തന്നിരുന്നത്. എന്റെ പേര് ചന്ദ്രശേഖർ. ഞാനൊരു ജേർണലിസ്റ്റ് ആണ്. ആ സർ, രമേശ് ഏട്ടൻ പറഞ്ഞിരുന്നു. ഓക്കെ ഓക്കെ, ഇതാണ് എന്റെ വാട്സാപ്പ് നമ്പർ. നിങ്ങളുടെ ലൊക്കേഷൻ എനിക്ക് ഷെയർ ചെയ്താ ഞാൻ നിങ്ങളെ നേരിട്ട് വന്ന് കാണാനിരിക്കുക. ഓക്കെ സർ. ഓക്കെ. ഹലോ. ഹലോ, പറഞ്ഞോളൂ സർ. ഭുവന, ഞാൻ ചന്ദ്രശേഖർ. നിങ്ങൾ അയച്ച ലൊക്കേഷനിൽ ഞാൻ എത്തിക്കഴിഞ്ഞു. എക്സാക്റ്റ് ആയിട്ട് ഏത് വീടാ? അവിടെ തൊട്ടടുത്തൊരു വാട്ടർ ടാങ്ക് ഉണ്ടാവും സർ. വാട്ടർ ടാങ്ക്. ഇതാ ഇവിടെ ഉണ്ടല്ലോ. ആ വാട്ടർ ടാങ്കിന്റെ അടുത്തുള്ള റൈറ്റിലെ 3ാമത്തെ വീടാ. ഓക്കെ ഓക്കെ, ഞാനിതാ വന്നു കേട്ടോ. ശരി സർ. നിങ്ങളല്ലേ ഭുവന? അതെ, അകത്തേക്ക് വരൂ. താങ്ക് യു. ഇരിക്കൂ സർ. താങ്ക് യു മാം. സർ, ടീ കോഫി വല്ലതും കുടിക്കുന്നു? നോ താങ്ക്സ്. കുറച്ച് വെള്ളം കിട്ടിയാൽ കൊള്ളാം. ഓക്കെ സർ. സർ. ഓ, താങ്ക് യു. ഒരു മിനിറ്റ്. എന്നെ ഇന്റർവ്യൂ എടുക്കുന്നതുകൊണ്ട് ആർക്കെന്ത് പ്രയോജനമുള്ള സർ? ഈ ഇന്റർവ്യൂ കണ്ട് നിങ്ങളെ പോലത്തെ സ്ത്രീകളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും കസ്റ്റമറോ ഈ ഇന്റർവ്യൂ കണ്ട് നന്നാവുകയാണെങ്കിൽ അതാണ് ഈ ഇന്റർവ്യൂവിന്റെ സക്സസ് എന്ന് ഞാൻ കരുതും. ശരി സർ. എന്നെക്കുറിച്ച് എന്തോ അറിയണമെന്ന് പറഞ്ഞു എന്ന് കേട്ടു. എന്താ അത് സർ? എന്താ നിങ്ങൾക്ക് അറിയണ്ടേ? ചോദിച്ചോളൂ. നിങ്ങൾ ഈ ഫീൽഡിലേക്ക് വന്ന് എത്ര കൊല്ലമായി? മാത്രമല്ല, ഈ ഫീൽഡിലേക്ക് വരാൻ ഉള്ള കാരണം എന്താണെന്ന് പറയോ? പെരിന്തൽമണ്ണയിലുള്ള എരവിമംഗലമാണ് എൻ്റെ നാട്. അച്ഛന് റൈസ് മില്ലായിരുന്നു ജോലി. എൻ്റെ അമ്മ ഒരു വീട്ടമ്മയായിരുന്നു. ഞാൻ ഒറ്റ മോളായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും എന്നെ പൊന്നുപോലെയാണ് വളർത്തിയത്. എൻ്റെ നാട്ടിലെ ഗവൺമെൻറ് ഗേൾസ് സ്കൂളിൽ ഞാൻ 10th പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നൊരിക്കൽ എൻ്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ലാണ്ടായി. നാട്ടിലെ ഹോസ്പിറ്റലിൽ ഒരാഴ്ചയോളം ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നു. പക്ഷേ എൻ്റെ അമ്മയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. അമ്മയുടെ മരണം അച്ഛന് തീരെ സഹിക്കാൻ പറ്റിയില്ല.
1 മാസം കഴിഞ്ഞപ്പോ ആരോടും മിണ്ടാതെയും ജോലിക്ക് പോവാതെയും ഒന്നും കഴിക്കാതെയും അച്ഛനിരുന്നു. ഇങ്ങനെ തന്നെ പോയാ എന്റെ അച്ഛനും എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് പേടിയായിരുന്നു. അച്ഛന്റെ ബന്ധുക്കളൊക്കെ കൂടെ അച്ഛന് രണ്ടാമതൊരു കല്യാണം കഴിപ്പിച്ചു. രണ്ടാമത് കല്യാണം കഴിച്ച അങ്ങേരുടെ ജീവിതം മാറുമെന്ന് വിചാരിച്ചപ്പോ മാറിയത് എന്റെ ജീവിതമായിരുന്നു. കുട്ടിക്കാലം തൊട്ട് എനിക്ക് ഗവൺമെന്റ് എക്സാം എഴുതി ഏതെങ്കിലും ഗവൺമെന്റ് ജോബിന് കയറണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ എന്റെ രണ്ടാനമ്മ 10ാം ക്ലാസ്സിന് ശേഷം എന്നെ പഠിക്കാൻ സമ്മതിച്ചില്ല. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റാ രാത്രി 12 മണിയായാലും ഉറങ്ങാൻ പറ്റില്ല. അത്രയും ജോലികളായിരിക്കും എന്റെ രണ്ടാനമ്മ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. എന്റെ അച്ഛനും രണ്ടാനമ്മ പറയുന്നതിന് എതിരായിട്ട് ഒന്നും പറയില്ല. ആ വീട്ടിൽ നിൽക്കാൻ തന്നെ എനിക്ക് മനസ്സ് വന്നില്ല. അങ്ങനെ ഒരു 3 കൊല്ലം കടന്നുപോയി. പെട്ടെന്നൊരിക്കൽ അച്ഛൻ ജോലി ചെയ്ത റൈസ് മില്ല് പൂട്ടേണ്ടി വന്നു. അച്ഛന്റെ വരുമാനവും അവിടെ നിന്നതോടെ കടബാധ്യതയും കൂടിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് എന്റെ രണ്ടാനമ്മ എന്നെ ഒരു ഗാർമെന്റ്സിലേക്ക് ജോലിക്ക് പറഞ്ഞു വിട്ടു. അതിനുശേഷം ഒരു ദിവസം പോലും ഞാൻ എന്റെ വീട്ടിൽ മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ല. വീട്ടിലെ ജോലിയും ഗാർമെന്റിലെ ജോലിയും ഒരു ദിവസം എന്നത് 1 മണിക്കൂർ പോലെ എനിക്ക് തോന്നിയിരുന്നത്. അപ്പോഴായിരുന്നു ആ ഗാർമെന്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ചന്ദ്രു എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്. എനിക്കും അയാളെ ഇഷ്ടമായിരുന്നു. എന്റെ വീട്ടില് ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് കണ്ടിട്ട് എന്നെ വീട് വിട്ടു വരാൻ പറഞ്ഞു. ഞാനും അയാളെ വിശ്വസിച്ചിറങ്ങി. 2 പേരും ഒരു അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിച്ചു. കയ്യിലുണ്ടായിരുന്ന കാശുകൊണ്ട് ഞങ്ങൾ ചെറിയൊരു വാടക വീടെടുത്തു. പക്ഷെ അത് ഒരുപാട് കാലം നിലനിന്നില്ല. 1 മാസം കൂടെ ജീവിച്ച് പെട്ടെന്ന് ചന്ദ്രു എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി. അപ്പോഴെനിക്ക് മനസ്സിലായേ അയാൾ എന്നെ ഉപയോഗിക്കാൻ വേണ്ടിയായിരുന്നു ഈ പ്രണയെന്ന് പറഞ്ഞ് അഭിനയിച്ചതെന്ന്. അതിനുശേഷം ഞാൻ അത്രയും വിശ്വസിച്ച എന്റെ ചന്ദ്രു തന്നെ എന്നെ ചതിച്ചല്ലോന്ന് ഞാൻ വിചാരിച്ചു. എന്റെ ജീവൻ ഒടുക്കാൻ തന്നെ തയ്യാറായി. വിധിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ, ഞാൻ ഗർഭിണിയായി. എനിക്ക് വേണ്ടിയല്ലെങ്കിലും എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചു. എനിക്ക് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു വന്ന് ചന്ദ്രുവിന്റെ ഫ്രണ്ടും എന്നോട് മോശമായി പെരുമാറാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ താമസിച്ച വീട് വിട്ട് ഒഴിഞ്ഞ് ഒരു ഹോസ്റ്റലിൽ പോയി താമസിച്ചു. അവിടെ എന്റെ കൂടെ താമസിച്ച റൂംമേറ്റ് കാരണം എനിക്ക് സൂപ്പർ മാർക്കറ്റിലൊരു ജോലി കിട്ടി. അങ്ങോട്ട് പോയ 2ാമത്തെ ദിവസം ആ സൂപ്പർ മാർക്കറ്റിലെ മാനേജർ അയാളുടെ റൂമിലേക്ക് എന്നെ വിളിപ്പിച്ചു. അതുകൊണ്ട് ആ ജോലി വിട്ടിട്ട് ഒരു അനാഥാലയത്തിലേക്ക് പാചകക്കാരിയായിട്ട് കയറി. 1.5 കൊല്ലം അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഭംഗിയായിട്ട് പോയി. അവിടെ ജോലി ചെയ്യുമ്പോഴായിരുന്നു എനിക്ക് കുഞ്ഞ് ജനിച്ചത്. അവിടെ വെച്ചാണ് വിധി എന്റെ ജീവിതം വെച്ച് കളിക്കാൻ തുടങ്ങി. ആ അനാഥാലയം നടത്തിക്കൊണ്ടിരുന്ന ജാനകി അമ്മ ആരോഗ്യ പ്രശ്നം കാരണം മരണപ്പെടുകയും ചെയ്തു. അതിനുശേഷം ആ അനാഥാലയം മുഴുവനും അവരുടെ ഭർത്താവിന്റെ നിയന്ത്രണത്തിലായി. അതുകൊണ്ട് അദ്ദേഹവും എന്നോട് മോശമായിട്ട് പെരുമാറാൻ ശ്രമിച്ചു. അതുകൊണ്ട് ആ അനാഥാലയം വിട്ട് തനിച്ചൊരു വീടെടുത്ത് താമസിക്കാൻ തുടങ്ങി. കുഞ്ഞിനെ ഒറ്റയ്ക്കാക്കിയിട്ട് എവിടേക്കും എനിക്ക് ജോലിക്ക് പോകാൻ പറ്റിയില്ല. കയ്യിലുണ്ടായിരുന്ന കാശും തീർന്നുപോയി. പെട്ടെന്നൊരിക്കൽ എന്റെ കുഞ്ഞിന് സുഖമില്ലാണ്ടായി. ഹോസ്പിറ്റലിൽ കൊടുക്കാനുള്ള കാശ് പോലും എന്റെ കയ്യിലില്ലായിരുന്നു. എനിക്കറിയാവുന്ന പലരോടും ഞാൻ ചെന്ന് ചോദിച്ചിട്ടും എനിക്ക് കിട്ടിയില്ല. എന്റെ അഭിമാനമാണോ കുഞ്ഞിന്റെ ജീവനാണോ എന്ന് വന്നപ്പോ എനിക്ക് എന്റെ കുഞ്ഞിന്റെ ജീവനാണ് വലുതെന്ന് തോന്നി. അവസാനം വേറെ വഴിയില്ലാത്തോണ്ട് എന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ തൊഴിലിലേക്ക് ഇറങ്ങേണ്ട ഗതികേട് വന്നു. എന്ത് തന്നെ ആവശ്യത്തിന് ഞാൻ ഈ തൊഴിലിലേക്ക് വന്നാലും ഈ സമൂഹം എനിക്ക് വെച്ച പേര് അപ്പോഴാണ് രമേശ് ഏട്ടനെ ഞാൻ പരിചയപ്പെട്ടത്. ഇത് ഞാനൊരു തൊഴിലാക്കി എടുത്തപ്പോഴാണ് ആര് കാരണവും ഒരു പ്രശ്നവും വരാതെ ഒരു ഭയവും ഇല്ലാണ്ട് രാത്രി സമാധാനമായിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയത്. ഒരു കുട്ടി നല്ല മനുഷ്യനാവുന്നതും ചീത്ത മനുഷ്യനാവുന്നതും അവരുടെ അച്ഛനും അമ്മയും അവരെ വളർക്കുന്ന വിധത്തിലാണ്. പക്ഷെ അത് ശരിയല്ല കേട്ടോ. മാത്രമല്ല അത് നമ്മുടെ സമുദായത്തിന്റെ കയ്യിലുമുണ്ട്. ശരി, നിങ്ങളെ തേടി വരുന്ന കസ്റ്റമേഴ്സ്
ഏത് മാനസികാവസ്ഥയിലാണ് വരാറ്? അവരെ നിങ്ങൾ എങ്ങനെയാ ഫേസ് ചെയ്യാറ്? അതിനെക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? വരാറുണ്ട് സർ. ഉം. അവരുടെ ആവശ്യത്തിന് വരും. കയ്യിൽ ഒരുപാട് കാശ് വെച്ച് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ ഓരോരുത്തർ അന്വേഷിച്ചു വരും. അങ്ങനെ ഒരിക്കൽ ഒരു 19 വയസ്സുള്ള ഒരു ചെറുക്കൻ എന്നെ കാണാൻ വന്നു. ആരാ നീ? അത് എന്താ വേണ്ടേ? അദ്ദേഹം പറഞ്ഞിട്ട് വന്നത് മാഡം. പറയേട്ടാ. കസ്റ്റമർ വന്നോ? ഇല്ല ഏട്ടാ, ഒരു കൊച്ചു പയ്യനാ വന്നിരിക്കുന്നെ. എന്താ പ്രശ്നം അറിയില്ല. ഞാൻ സംസാരിച്ചവനെ പറഞ്ഞു വിട്ടിട്ട് ഏട്ടനെ തിരിച്ചു വിളിക്കാം. അതിനുശേഷം കസ്റ്റമറിനെ പറഞ്ഞു വിട്ടാ മതി. ആ ചെറിയ ചെക്കനാണ് കസ്റ്റമർ. നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് പറഞ്ഞേക്ക്, മനസ്സിലായോ? എന്നാ ഞാൻ വെക്കാണ്. ആന്റി, രമേശ് സാറാ പറഞ്ഞത്. ശരി, അകത്തേക്ക് വാ. ഇവിടെ ഇരിക്ക്. ഇവിടെയൊന്നും വേണ്ട, നമുക്ക് റൂമിന്റെ അകത്തേക്ക് പോവാം. പോവാം, ആദ്യം ഇരിക്ക്. കുടിക്കാൻ എന്താ വേണ്ടേ? ചായയോ കാപ്പിയോ? നിങ്ങൾ എന്ത് വന്നാലും കുടിക്കാൻ ആന്റി. ഹും. യെസ്. താങ്ക്സ് ആന്റി. നിന്റെ പേരെന്താ? സന്തോഷ്. എന്താ പഠിക്കുന്നത്? നിനക്ക് ഈ അഡ്രസ് എങ്ങനെ അറിയാം? BA സെക്കൻഡ് ഇയറാണ് പഠിക്കുന്നത്. കോളേജിൽ എൻ്റെ ക്ലാസ്മേറ്റ്സൊക്കെ ഒരു പെണ്ണിൻ്റെ അടുത്ത് പോയിട്ട് വന്നിട്ട് ഓവർ സീനാക്കുകയാണ്. അതുകൊണ്ടാ ഞാനും അവരുടെ മുമ്പിൽ ഞാനും ഒരു വലിയ ആളാണെന്ന് കാണിക്കണം, നല്ല സീനാക്കണം. അതിനു വേണ്ടിയാ ഞാൻ ഈ അഡ്രസ്സ് കണ്ടുപിടിച്ച് വന്നത്. നിന്റെ കോളേജിനുള്ള ഫീസ് ആരാ അടയ്ക്കുന്നത്? ഇത് എന്താ എൻ്റെ ചോദ്യം? എൻ്റെ അച്ഛനല്ലേ അടക്കിയ? നിന്റെ ബാക്കിയുള്ള ചെലവിനോ? പിന്നെ ഇവിടേക്ക് വരാൻ പണം ആരാ തന്നെ? ശരി, ഇതിനു വേണ്ടി എത്രയും നീ കൊടുത്ത്? 10,000 പറഞ്ഞു. ഞാൻ 2,000 അഡ്വാൻസും കൊടുത്തു. 2,000 രൂപ അഡ്വാൻസ്. ആ കാശ് നിനക്കെങ്ങനെ കിട്ടിയത്? ആരാ തന്നെ? അത് അച്ഛനാണ് തന്നത്. നിന്റെ അച്ഛൻ എന്താ ചെയ്യുന്നത്? പ്രൈവറ്റ് സെക്യൂരിറ്റി സർവീസിൽ വാച്ച്മാനായിട്ട് ജോലി ചെയ്യാണ്. എന്താ മോനെ ഇത്? നിന്റെ അച്ഛൻ എത്ര രാത്രികളായിരിക്കും ഉറക്കമൊഴിച്ചിരുന്ന് തന്റെ മകൻ നല്ലോണം പഠിച്ച് നല്ലൊരു ജോലിക്ക് കയറി വലിയൊരു നിലയിലെത്താൻ വേണ്ടി കഷ്ടപ്പെട്ട് പഠിപ്പിക്കുകയല്ലേ? ജീവിതത്തിൽ സ്വയം കഷ്ടപ്പെട്ടാലും തന്റെ മകൻ ഒരിക്കലും കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കാശും കൊടുത്ത് നിന്നെ പഠിപ്പിക്കുകയാണ്. ആ കാശ് നീ ഇപ്പോ എന്തിനു വേണ്ടിയാ ചെലവാക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയോ? ദാ നോക്ക് മോനെ, കോളേജിൽ നീ പഠിക്കുന്ന 4 വർഷത്തിൽ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും സംഭവിക്കും. അതിൽ നല്ല കാര്യങ്ങൾ മാത്രം അവസാനം വരെ നീ ഓർത്തുകൊണ്ടേയിരിക്കണം. ചീത്ത കാര്യങ്ങൾ നീ ഓർക്കാൻ തുടങ്ങിക്കഴിഞ്ഞാ അത് നിന്നെ തെറ്റായ പാതയിലേക്ക് നയിക്കുള്ളൂ. പിന്നീട് ഒരിക്കൽ നീ പോലും അറിയാതെ ആ തെറ്റ് ചെയ്യാൻ നിനക്ക് തോന്നും. അതിനുശേഷം നിന്റെ ജീവിതത്തിലെ ലക്ഷ്യം തന്നെ മാറിയെന്നിരിക്കും. നിനക്ക് വേണ്ടി നിന്റെ അമ്മയും അച്ഛനും ഒക്കെ കഷ്ടപ്പെടുന്നത് വെറുതെ ആവുകയും ചെയ്യും. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നു. ഇതൊന്നുമല്ല ഇപ്പൊ അത്യാവശ്യം. നീ നന്നായിട്ട് പഠിച്ച് നല്ലൊരു ജോലിക്ക് കയറി കൈ നിറയെ കാശുണ്ടാക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ, ഇതൊക്കെ താനെ നിന്നെ അന്വേഷിച്ചെത്തും.
അപ്പൊ നീ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും കിട്ടും. ഇപ്പോ നിന്റെ അച്ഛൻ നിനക്ക് തന്ന കാശ് നിന്റെ പഠിത്തത്തിന് മാത്രം ചെലവാക്ക്, കേട്ടോ? അല്ല എങ്കി നിനക്ക് ഇത് തന്നെയാണ് വേണ്ടതെങ്കിൽ വാ, റൂമിലേക്ക് പോവാം. ഞാൻ റെഡിയാ. ഞാൻ പോവും ആൻറ്റി. ഒന്ന് നിക്ക്. ഇതാ, ഇത് വെറും കാശല്ല, മോന്റെ അച്ഛന്റെ പല നാളത്തെ അധ്വാനം. അത് തള്ളിക്കളയരുത്, സൂക്ഷിച്ചു വെക്ക്. നീ ചെല്ല്, പോയിട്ട് വരാം. സൂക്ഷിച്ചു പോണേ. ഹലോ, ഹലോ, പറഞ്ഞോ ഏട്ടാ. എന്താ ഭുവന, ഞാൻ പറഞ്ഞ ചെക്കൻ ബാലൻസ് കറക്റ്റ് എടുത്ത് തന്നോ? ഇല്ല ഏട്ടാ, ഞാൻ അവനെ പറഞ്ഞു വിട്ടു. എന്ത് പറഞ്ഞയച്ചെന്നോ? എന്താ ഭുവന നീ വരുന്ന കസ്റ്റമർക്ക് ഇങ്ങനെ പറഞ്ഞയച്ചാല് നമ്മൾ എങ്ങനെ ബിസിനസ് ചെയ്യാ? അല്ല, നിനക്ക് ഇവന്റെ കൂടെ എന്താ പ്രശ്നം? ചെറിയ പയ്യനായിട്ടാ ഇത്. അതെ, അവൻ ചെറിയ ചെക്കനാണെങ്കിൽ നിനക്കെന്താ? നമുക്ക് ആവശ്യം കാശല്ലേ, അവൻ തരുന്നില്ലേ? നമുക്ക് അത് മാത്രം നോക്കിയാ പോരെ? ഇങ്ങനെ വരുന്ന കസ്റ്റമറെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ എങ്ങനെ ജീവിക്കുക? നീ എന്നെ പറയ്. ദാ നോക്കേട്ടാ, ഞാൻ ചെയ്യുന്നത് തെറ്റായൊരു തൊഴിൽ തന്നെയാ, അല്ലെന്ന് ഞാൻ പറയില്ല. പക്ഷേ എന്റെ മനസാക്ഷിക്കെതിരായിട്ട് എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവൻ പാവാ, ഒരു കൊച്ചു പയ്യനാ. അവന്റെ വിവരക്കേട് കൊണ്ട് വന്നു പോയതാ. അവന്റെ ഭാവി തന്നെ നശിക്കാനുള്ള കാരണം ഒരിക്കലും ഞാനാവരുതെന്ന് വിചാരിക്കുക. പ്ലീസ്, ഇനി ഒരിക്കലും ഇതുപോലത്തെ പിള്ളേരെ ഇങ്ങോട്ട് പറഞ്ഞു വിടരുത്. മനസ്സിലാക്കേട്ടാ. എന്താ ഭുവന, ഇങ്ങനെ പറഞ്ഞെങ്ങനെയാ? നിന്നെ പോലുള്ള ആളുകൾ വിശ്വസിച്ചില്ല ഞാനുള്ളത്. നിന്നെ പോലെ എല്ലാരും കാര്യങ്ങൾ പറയാൻ തുടങ്ങിയാ ഞാൻ എങ്ങനെ ബിസിനസ് ചെയ്യാ? നീ എന്നെ പറയ്. അല്ല ഏട്ടാ, വരുന്ന കസ്റ്റമറിന് ഞാൻ പറഞ്ഞു വിട്ടാലും നിങ്ങൾക്ക് കിട്ടേണ്ട കമ്മീഷൻ കൃത്യമായിട്ട് കിട്ടിക്കോളും. ഞാനത് നിങ്ങൾക്ക് അയക്കാം, അതോർത്ത് വിഷമിക്കണ്ട. എന്താ ഭുവന, നീ ചെയ്യുന്നത് ശരിയാണെന്ന് നീ എന്നൊന്ന് ആലോചിച്ച് നോക്ക്. ശരി, ഞാൻ വെക്കുക. ആ, ഞാൻ പിന്നെ വിളിക്കാമേ. ആ, കഴിഞ്ഞു. ആ, ഇന്ന് വൈകിട്ടേക്കകം ഞാൻ അയച്ചു തരാം. ഷുവർ ഷുവർ, ഡെഫിനറ്റ്ലി. സോറി, ഒരു ആർട്ടിക്കിളിൻ്റെ ക്ലൈമാക്സ് വെച്ച് വിളിച്ചത്, അതിനെപ്പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ എന്തിനാ പയ്യനെ കാശ് കൊടുത്ത് തിരിച്ചയച്ചേ? പല ആളുകളും പണം മാത്രമാണ് നോക്കാറ്. എന്നാൽ ഞാൻ അവർക്ക് വരുന്ന പണവും ഏത് വഴിയിലൂടെയാണ് അവർക്ക് വരുന്നതെന്നും നോക്കാറുണ്ട്. ആ പയ്യനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി സർ, ആ പണം ഒരിക്കലും അവൻ്റേതായിരിക്കില്ല എന്ന്. മാതാപിതാക്കളുടെ അധ്വാനത്തിൽ അവൻ ജീവിക്കുന്നതെന്ന് മനസ്സിലായി. അവൻ തന്ന കാശിൽ എനിക്ക് അവന്റെ അച്ഛന്റെ അധ്വാനവും കഷ്ടപ്പാടും മാത്രം കാണാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെയാ സർ അവനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി വിട്ടത്. നിങ്ങളെപ്പോലെ കുറേ ആൾക്കാരുണ്ടെങ്കിൽ ആർക്കും ആരെയും തന്നെ പറ്റിക്കാൻ തോന്നില്ലല്ലോ അല്ലേ? ഇതുപോലെ തന്നെ വേറെ എന്തെങ്കിലും സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ? ഒന്ന് പറയാൻ പറ്റുമോ? അതോ ഇത് മാത്രമേ ഉള്ളൂ? ഇനിയും ഉണ്ട് സർ. വാട്ട് എ സ്മെൽ! ഈ ബദാമിൻ്റെ സ്മെല്ല് അടിപൊളിയായിട്ടുണ്ട്. അതും മാത്രമല്ല, നിങ്ങളുടെ കൈ കൊണ്ട് എന്ത്? അതൊന്നുമില്ല, ഈ ബദാം
വാവ്, ഫാന്റാസ്റ്റിക് ഡിസൈൻ. എന്താ പറഞ്ഞേ? അത് ഞാൻ നിങ്ങളുടെ സാരിയുടെ ഡിസൈനെ പറ്റിയാ പറഞ്ഞേ. ഓഹോ. അങ്ങനെ ഞാൻ പറയുന്നത് നിങ്ങൾ വിചാരിക്കുമായിരിക്കും, പക്ഷെ അതല്ല. അല്ലാതെ എന്താ പറയുക, ഒരു ദേവതയെ പോലെ. ആഹാ, നോനോ, ഒരു ദേവത തന്നെ എൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ എന്തിനാണ് സാരിയുടെ ഡിസൈനെ പറ്റിയൊക്കെ പറയുന്നത്? ഞാൻ പറഞ്ഞത് നിങ്ങളെ തന്നെയാ, നിങ്ങളുടെ ഡിസൈനെ പറ്റിയാ. ഉം. എൻ്റെ മനസ്സിനെ കവർന്ന മിന്നലഴകേ. എന്തോന്ന്? കവിതയാ, കവിത. ഓഹോ, പറഞ്ഞോ പറഞ്ഞോ. എൻ്റെ മനസ്സിനെ കവർന്ന മിന്നലഴകേ, എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വച്ച പൂമലരേ, കാമം എന്ന ഒറ്റ വാക്കിനാൽ എൻ്റെ ഉള്ളിൽ 1000 ഭാവങ്ങൾ നൽകാൻ പോകുന്നവളേ, നിന്റെ നെഞ്ചിലേക്ക് ചായുവാൻ എൻ്റെ മനസ്സ് കൊതിക്കുന്നു. എൻ്റെ യൗവനത്തിൻ്റെ പാതയിൽ പല പെണ്ണുങ്ങൾ കടന്നു പോയാലും നിന്നെ മാത്രം നനയ്ക്കുന്നു. വികാരാവേശത്താൽ തുടിക്കുന്നു എൻ്റെ കരങ്ങൾ. സ്വപ്നം പോലെ ഇറങ്ങി വന്ന് രാത്രികളെ ധന്യമാക്കി, സിരാഞ്ഞരമ്പുകളിൽ കാമത്തിന്റെ തീ പടർത്തി. ഫോൺ സൈലന്റിലാക്കേ. സോറി. സോറി, ഞാൻ സോറി പറയുന്നു. അത് ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോകുമ്പോ ഡിസ്റ്റർബൻസ് ആവുമല്ലോ. അല്ല, നമ്മളെന്താ പറഞ്ഞോടുന്നേ? കണ്ടില്ലേ, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെ മറന്നുപോയി. അതൊന്നും സാരമില്ല. അതാ ഞാൻ പറഞ്ഞേ, ഒരു കവിതയ്ക്ക് മറ്റൊരു കവിത ഇഷ്ടമാകില്ല. നിങ്ങളാളൊരു തമാശക്കാരനാന്ന് തോന്നുന്നു സൂര്യ. നിങ്ങളുടെ കൂടെ ഏതൊരു പെണ്ണ് നിന്നാലും എപ്പോഴും ചിരിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ വൈഫ് ശരിക്കും ഭാഗ്യവതിയാ. ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നേ? അതെന്താ? എനിക്ക് ഇതുവരെയായിട്ടും കല്യാണം ആയിട്ടില്ല. ഐ എം സ്റ്റിൽ ബാച്ചിലർ, യു നോ. ഓ, ഓക്കെ ഓക്കെ. പക്ഷേ എത്രയും പെട്ടെന്ന് ഈ ബാച്ചിലർ ഫാമിലി മാൻ ആകാൻ പോവാണ്. ഓ സൂപ്പർ. പെണ്ണ് നോക്കി വെച്ചോ? എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞു. ഓഹോ, കൺഗ്രാറ്റുലേഷൻ സൂര്യ. താങ്ക് യു, താങ്ക് യു. സൂര്യ, ഞാനൊരു കാര്യം ചോദിച്ചാ നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലല്ലോ? ചോദിച്ചോളൂ ഭുവന, ഞാൻ വേറൊന്നും വിചാരിക്കില്ല. നിങ്ങള് മാരേജ് ചെയ്യാൻ പോവല്ലേ? അപ്പൊ പിന്നെ എന്തിനാ ഇവിടെ? പ്ലീസ് എന്നെ തെറ്റിദ്ധരിക്കല്ലേ. ചോദിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാ ചോദിച്ച്. അതില് എന്തെത്ര തെറ്റ്? നിങ്ങള് ഓപ്പണായിട്ട് ചോദിച്ചത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഐ ലൈക്ക് യു. ഇപ്പോ പുതുതായിട്ടൊരു കമ്പനിയിൽ ജോബിന് അപ്ലൈ ചെയ്യുമ്പോ എക്സ്പീരിയൻസ് ഉണ്ടോന്ന് ചോദിക്കാറില്ലേ? അതെന്തിനാ ചോദിക്കുന്നേ? എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവൻ നല്ലതുപോലെ പണിയെടുക്കുമെന്ന് അവർക്കൊരു വിശ്വാസം ഉണ്ടാവും. Am I right? Yeah, absolutely right. സാധാരണ ജോലിക്കിവിടെ എക്സ്പീരിയൻസ് ആവശ്യമുണ്ട്, മാരേജിനും അത് ആവശ്യമില്ലേ? മാത്രമല്ല, ഈ ഫസ്റ്റ് നൈറ്റ് എക്സ്പീരിയൻസ് ഈസ് വെരി എക്സ്പെൻസീവ്, റൈറ്റ്? സോ ആ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ നിങ്ങളെ കാണാൻ വന്നത്. Wow, great. Don't worry. നിങ്ങളുടെ എക്സ്പീരിയൻസിന് ഞാൻ ഗ്യാരണ്ടിയാ. താങ്ക് യു. നിങ്ങളുടെ ഫിയാൻസയുടെ പേരെന്താന്ന് പറയാവോ? ഉറപ്പായിട്ടും. അവളുടെ പേര് സ്വാതി. അവര് എന്താ ചെയ്യുന്നേ? സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യാ. ഓക്കെ, അതിരിക്കട്ടെ. സ്വാതിയും നിങ്ങളെപ്പോലെ തന്നെ
എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞ് വേറൊരാളുടെ അടുത്തേക്ക് ചെന്നാലോ? സ്റ്റോപ്പ് ഇറ്റ് ഭുവന. എന്താ സംസാരിക്കുന്നതെന്ന് നിനക്ക് വല്ല ബോധ്യമുണ്ടോ? അയ്യോ, എന്തിനാ ടെൻഷൻ ആവുന്നേ? ടെൻഷൻ ആകല്ലേ സൂര്യ. എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മാത്രം ഉണ്ടായാ മതിയോ? നിങ്ങള് മാരേജ് ചെയ്യാൻ പോകുന്ന പെണ്ണിനും അത് വേണമല്ലോ. പ്ലീസ് ഭുവന, അവളെ പറ്റി സംസാരിക്കണ്ട. അവള് വളരെ നല്ല പെണ്ണാ. നിങ്ങള് കെട്ടാൻ പോകുന്ന പെണ്ണിനോട് അത്രയ്ക്ക് വിശ്വാസമല്ലേ? ഇതേ വിശ്വാസം തന്നെയായിരിക്കില്ലേ ആ പെണ്ണിനും നിങ്ങളോട് ഉണ്ടാവുക? ആ വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയല്ലേ? അവരുടെ വിശ്വാസത്തിനെ തകർക്കുന്ന പോലെ നിങ്ങൾ പെരുമാറുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? എന്താണ് സൂര്യ, ആണുങ്ങൾക്കൊരു ന്യായവും പെണ്ണുങ്ങൾക്കൊരു ന്യായവുമാണോ? നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ഫ്യൂച്ചർ വൈഫ് ഫ്രഷ് ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതുപോലെ തന്നെ ആയിരിക്കില്ലേ അവരും ആഗ്രഹിക്കുക. സൂര്യ, സോറി, ഞാൻ നിങ്ങളുടെ മൂഡ് സ്പോയിൽ ചെയ്തു തോന്നുന്നു. വരൂ, ഞാൻ നിങ്ങൾക്ക് എല്ലാം പഠിപ്പിച്ചുതരാം. കാരണം ഞാൻ നിങ്ങൾക്ക് വാക്ക് തന്നതല്ലേ. നിങ്ങൾക്ക് എല്ലാ എക്സ്പീരിയൻസ് കിട്ടാൻ ഞാൻ ഗ്യാരണ്ടി ചെയ്യാം. വരൂ സൂര്യ. എടുത്ത് സംസാരിക്ക സൂര്യ. നിങ്ങളുടെ സ്വാതിയല്ലേ? ഫസ്റ്റ് നൈറ്റ് എക്സ്പീരിയൻസിന് വേണ്ടി ഇങ്ങോട്ട് വന്നിരിക്കാന്ന് പറ. എടുത്ത് സംസാരിക്ക്. ഹലോ. ഹലോ. ഹായ്, നിങ്ങൾ എവിടെ ഉള്ളു? വീട്ടിലാണോ? നമ്മുടെ മാരേജിന് എൻ്റെ ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്യാൻ വന്നാ. ഓ അതെയോ, നിങ്ങളുടെ ഫ്രണ്ട് ആണോ? എന്താ അവരുടെ പേര്? ഭുവനേശ്വരി. ഇവളെനിക്ക് ഫ്രണ്ട് എന്നതിനേക്കാളും സിസ്റ്ററിനെ പോലെയാ. ഓ, സിസ്റ്ററിനെ പോലെയാണോ? ശരി, ഞാൻ പിന്നെ കോൾ ചെയ്യാവേ. സിസ്റ്റർ, നിങ്ങൾ ഉറപ്പായിട്ടും എൻ്റെ മാരേജിന് വരണം. സോറി, ഞാൻ നിങ്ങളുടെ സമയം വേസ്റ്റാക്കിയെന്ന് തോന്നുന്നു. സിസ്റ്റർ എന്ന് വിളിച്ചു കഴിഞ്ഞാ ഞാനിത് ഏതർത്ഥത്തിലാ വാങ്ങിക്കേണ്ടേ? ആസ് എ സിസ്റ്റർ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നിങ്ങളുടെ അടുത്ത് സംസാരിക്കും തോറും കുറേ അനുഭവങ്ങൾ കിട്ടുന്നുണ്ട്. നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയെക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? അശ്വിൻ അവന്റെ പേര്. ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാ പഠിക്കുന്നത്. എന്റെ ജീവിതം യാതൊരു വിധത്തിലും അവനെ ബാധിക്കരുതെന്ന് വിചാരിച്ച ഒരു ഹോസ്റ്റലില് സേഫായിട്ട് താമസിപ്പിച്ച് അവരെ പഠിപ്പിക്കുന്നത്. വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുമോ?
ഉം. ഉം. എന്തു പറ്റി? അല്ല, ഇതെൻ്റെ ഫസ്റ്റ് ടൈമാ, അതുകൊണ്ടൊരു ചെറിയ പേടി. ഫസ്റ്റ് ടൈം എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെയാ. ഓ. പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ തന്നെ ഞാൻ ചെയ്യാം. ഓക്കെ അല്ലേ? ഉം. എന്തേ, നിങ്ങൾക്ക് തൃപ്തിയായില്ലേ? ചെറുപ്രായം മുതലേ കാശൊക്കെ സമ്പാദിക്കണം, സ്വത്ത് സമ്പാദിക്കണം എന്ന് പറഞ്ഞ് ഓടി ഓടി എല്ലാം ഉണ്ടാക്കി. ഞാൻ വിചാരിച്ചതിനേക്കാളും ഒരുപാട് കാശൊക്കെ ഉണ്ടാക്കി. പക്ഷേ എല്ലാം സമ്പാദിച്ചു കഴിഞ്ഞ് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കായിട്ടൊരു ജീവിതം ഉണ്ടാക്കാൻ കഴിയാതെ പോയി. എനിക്കിപ്പോൾ 45 വയസ്സാവുന്നു. അതുകൊണ്ട് തന്നെ യൗവനവും പോയി, യൗവനകാലത്ത് അനുഭവിക്കേണ്ട സന്തോഷവും എനിക്ക് കിട്ടാതെ പോയി. ഇപ്പം എനിക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, പക്ഷെ അത് അനുഭവിക്കാനായിട്ട് ഒരു സന്തതി പോലുമില്ല. ഞാൻ നിങ്ങളടുത്ത് ഒരു കാര്യം തുറന്നു വെക്കട്ടെ? ചോദിച്ചോളൂ. ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. നീ എൻ്റെ ജീവിതത്തിന് തുണയായിട്ട് വരുമോ? എന്താ, എന്തു പറ്റി? ഞാൻ ചോദിച്ചത് തെറ്റായിപ്പോയോ? എനിക്ക് സന്തോഷമായി. നിങ്ങളെ കല്യാണം കഴിച്ച് 2 കുട്ടികളെ പ്രസവിച്ച് ദിവസവും രാവിലെ നേരത്തെ നിങ്ങൾ എഴുന്നേക്കും മുമ്പേ എഴുന്നേറ്റ് ടിഫിൻ റെഡിയാക്കി നിങ്ങളെയും കുട്ടികളെ എഴുന്നേപ്പിച്ചിട്ട് നിങ്ങളെ ഓഫീസിലേക്ക് പറഞ്ഞു വിട്ട് കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ച് ഉച്ചക്കത്തേക്കുള്ള ലഞ്ച് റെഡിയാക്കി നിങ്ങൾക്കും കുട്ടികൾക്കും തന്നു വിട്ട് വൈകുന്നേരം നിങ്ങൾ വീട്ടിലേക്ക് വരുന്നത് വരെ നിങ്ങൾക്ക് വേണ്ടി തല നിറച്ചും പൂവും വെച്ച് നിങ്ങളെ കാത്തിരുന്ന് നിങ്ങൾ വന്നതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള ഡിന്നറും ഉണ്ടാക്കി നിങ്ങൾ കഴിച്ചതിന് ശേഷം നിങ്ങൾ കഴിച്ച അതേ പ്ലേറ്റിൽ ഞാനും കഴിച്ച് നിങ്ങൾ കിടക്കാൻ പോകുമ്പോ നിങ്ങളുടെ കാലൊക്കെ തിരുമ്മി തന്ന് നിങ്ങളുടെ ആഗ്രഹം പോലെയൊക്കെ ചെയ്തു തന്നിട്ട് പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങളുടെ കൂടെ ബൈക്കിൽ നിങ്ങളുടെ പുറകെ ഇരുന്ന് നിങ്ങളെ കെട്ടിപ്പിടിച്ചിരുന്ന് ബീച്ചിലേക്കും പാർക്കിലേക്കും തിയേറ്ററിലേക്കും ഒക്കെ പോയി സന്തോഷമായിട്ട് ലൈഫ് എൻജോയ് ചെയ്യണം. ഇതൊക്കെ കേൾക്കാൻ നല്ല രസമായിരിക്കും അല്ലേ? പിന്നെന്താ? ഇതുവരെ ഞാൻ പറഞ്ഞതൊക്കെ പ്ലസ് പോയിന്റ്സ് മാത്രമാ. എന്നാ ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. എന്താ എന്താ സാധ്യമാകാത്തത്? ഒരു ദാമ്പത്യ ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് എന്തായാലും ഉണ്ടാവും. നാളെ ഞാനെങ്ങാനും അറിഞ്ഞോ അറിയാതെയോ വല്ല തെറ്റും ചെയ്തു കഴിഞ്ഞാ ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ദേഷ്യം വരിക തന്നെ ചെയ്യില്ലേ? ഒരു ഭാര്യ എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് ഉറപ്പായും ദേഷ്യം വരില്ലേ?
ഇങ്ങനെ ഉണ്ടാവുന്ന വഴക്കുകളൊക്കെ പതിവാണെന്ന് പറയാം. അത് നല്ല കാര്യം തന്നെയാ. ആ ദേഷ്യത്തിൽ നിങ്ങൾ ഒരു വാക്ക് നീ അങ്ങനത്തെ പെണ്ണല്ലേ എന്ന് ഒരു വാക്ക് പറഞ്ഞാ പോലും, അല്ലെങ്കിൽ ഞാൻ ദേഷ്യത്തിൽ നിങ്ങളെ അവിടെ വെച്ച് കണ്ടുമുട്ടിയതല്ലെന്ന് പറഞ്ഞാലും ഭാര്യ ഭർത്തൃ ബന്ധത്തിന് തന്നെ അർത്ഥമില്ലാതായി പോവും. എന്റെ മനസ്സിപ്പം നിറഞ്ഞിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ അത്രത്തോളം തൃപ്തിപ്പെടുത്തിയതുകൊണ്ടല്ലേ എന്നെ കല്യാണം കഴിക്കുമെന്ന് നിങ്ങൾ ചോദിച്ചത്. നിങ്ങൾ ആ ചോദിച്ചത് തന്നെ എനിക്കൊരു അംഗീകാരം കിട്ടിയതുപോലെ തോന്നുക. ശരിയാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അയാളെ നിങ്ങൾ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ചെറിയ വഴക്കിൻ്റെ ഇടയ്ക്ക് ഒരു മനസ്താപം ഉണ്ടാവും. നിങ്ങളുടെ മനസ്സ് കഷ്ടപ്പെടുന്ന പോലെ എന്തെങ്കിലും സംഭവിക്കും. അതിന് ചാൻസ് ഉണ്ട്. എന്നാലും നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നിരിക്കും. കാരണം ഇന്ന് അടിയുണ്ടാക്കാത്ത ഭാര്യയും ഭർത്താവും കാണുമോ? തീർച്ചയായും ഞാൻ ചിന്തിച്ചേനെ. ഒരുപക്ഷെ അദ്ദേഹം ഒരു 4-5 വർഷം മുമ്പ് വന്ന് ചോദിക്കായിരുന്നെങ്കിൽ ചിലപ്പോ ഞാൻ സമ്മതിച്ചേനെ. എനിക്ക് നല്ലൊരു ജീവിതം തന്നെ കിട്ടിയേനെ. എന്നാ നിങ്ങൾ തന്നെ കണ്ടില്ലേ, എല്ലാം ഇപ്പോ ഒരു ചോദ്യചിഹ്നം ആയിരിക്കുക. അല്ല അല്ല എനിക്കൊരു ചെറിയ സംശയമുണ്ട്. ഒന്ന് ചോദിച്ചോട്ടെ? എന്താണ്? ചോദിച്ചോളൂ. നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന എല്ലാ ആൾക്കാരുടെ അടുത്തും ഇങ്ങനെ ഫസ്റ്റ് നൈറ്റ് സെറ്റപ്പിലാണോ മീറ്റ് ചെയ്യാറുള്ളത്? അല്ല അല്ല, വരുന്നവരുടെ മാനസികാവസ്ഥ അനുസരിച്ചാ അത് നടക്കുക. ഓ, അന്ന് വന്ന ആൾക്ക് കല്യാണം കഴിഞ്ഞില്ലായിരുന്നു. ഇതുപോലത്തെ സെറ്റപ്പ് ഒന്നും അയാള് കണ്ടിട്ടില്ലെന്നാ പറഞ്ഞത്. അതുകൊണ്ടാണ് അതുപോലത്തെ അറേഞ്ച്മെന്റ്സ് അദ്ദേഹത്തിന് വേണ്ടി ചെയ്തത്. നിങ്ങൾ ചോദിച്ചതിനുള്ള ഉത്തരം അതാണ്. ഇവിടേക്ക് വന്നിരുന്ന ഒരാൾക്ക് ഞാനൊരു മകളായും എനിക്ക് അയാളൊരു അച്ഛനായും മാറിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്താ മോളെ, എന്താ ഇങ്ങനെ നോക്കുന്നത്? ഈ വയസ്സാം കാലത്ത് ഇയാൾക്ക് ഇവിടെ എന്താ കാര്യം എന്നാണോ ആലോചിക്കുന്നത്? ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല സർ. അങ്ങനെ വിചാരിച്ചാലും തെറ്റില്ല. എന്റെ പേര് രാമമൂർത്തി. ഞാൻ ഗവൺമെന്റ് ഓഫീസിൽ ജോലി ചെയ്തിരുന്ന ആളാ. എനിക്ക് ഒരേ ഒരു മകൻ. അവൻ നല്ലവണ്ണം പഠിക്കുമായിരുന്നു. ഇപ്പോ ഫോറിനിൽ നല്ലവണ്ണം സമ്പാദിക്കുന്നുമുണ്ട്. അവന് കല്യാണം കഴിപ്പിച്ച് പേരക്കുട്ടികളോടുകൂടി ഒരേ വീട്ടിൽ സന്തോഷത്തോടെ ഇരിക്കണമെന്ന് ഞാൻ കരുതി. പക്ഷേ ഞാൻ വിചാരിച്ചതിനെതിരായിട്ടല്ല നടന്നത്. എന്റെ മകൻ കല്യാണം കഴിച്ച് പേരക്കുട്ടികളും ഒത്ത് ഫോറിനിൽ തന്നെ സെറ്റിലായി. എന്റെ ഭാര്യയും പേരക്കുട്ടികളോടൊത്ത് കഴിയണമെന്ന് പറഞ്ഞ് അവളും ഫോറിനിലേക്ക് പോവുകയുണ്ടായത്. ഇപ്പൊ ഞാനിവിടെ ഒറ്റയ്ക്ക് ആരുമില്ലാതെ കഴിയുന്നു. എന്റെ കാര്യം നോക്കാൻ ഇവിടെ ആരുമില്ല. ഒരാശ്വാസ വാക്ക് പറയാൻ പോലും ഒരൊറ്റ ആളുമില്ല. ഞാൻ റിട്ടയർ ആയിട്ട് 6 വർഷമായി. മനസ്സിന് വല്ലാത്ത പ്രയാസമുണ്ട് മോളെ. ഈ 6 വർഷമായിട്ട് എന്താ എന്ന് എന്നോട് ചോദിക്കാൻ ഒരാൾ പോലും ഇല്ല. ഒരുപാട് സങ്കടമുണ്ട് മോളെ. സർ 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 എന്തു പറ്റി? സർ സർ എന്താ പറ്റിയത്? സർ ചോക്ലേറ്റ് ചോക്ലേറ്റോ? ചോക്ലേറ്റ് ഇതാ മോളെ, ചോക്ലേറ്റ്.
സർ, സർ, ഒന്നുമില്ല, എല്ലാം ശരിയാവും. ഒരുപാട് നന്ദിയുണ്ട് മോളെ. എനിക്ക് ലോ ഷുഗറാ. എനിക്ക് എപ്പോ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. എന്നെ നോക്കാൻ ഇവിടെ ആരുമില്ല മോളെ. അതാണ് എന്റെ പ്രശ്നം. പക്ഷേ ഇപ്പൊ നീ എന്നെ നോക്കിയില്ലേ? ഇതാ മോളെ എനിക്ക് വേണ്ടത്. എന്റെ പ്രശ്നം തന്നെ ഇതാ. മനസ്സ് വിട്ട് എല്ലാം തുറന്നു പറഞ്ഞ നമ്മുടെ ഭാരം കുറയുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? പക്ഷെ എനിക്ക് ആരും ഇല്ലല്ലോ മോളെ. ഞാനും 2-3 സ്ഥലത്തൊക്കെ പോയി. എവിടെ എന്താന്ന് ചോദിക്കാൻ പോലും ഒരാളില്ല. വയസ്സന്മാർക്കൊക്കെ ഇവിടെ എന്താ കാര്യം എന്നാ വിചാരിക്കുന്നത്. പക്ഷേ നീ മാത്രമാ മോളെ എന്നെ സ്വീകരിച്ചിരുത്തി കാപ്പി ഉണ്ടാക്കി തന്ന് എനിക്ക് ആശ്വാസവാക്കുകൾ പറഞ്ഞ്. ഞാൻ പറയുന്നതൊക്കെ നീ കേൾക്കുന്നില്ലേ? ഇത് തന്നെ ഒരുപാട് സന്തോഷം എനിക്ക് തരുന്നുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് മോളെ. സർ, ഇവിടെ വരുന്നവര് ഓരോരുത്തരും ഓരോ പ്രതീക്ഷയോടെ വരാറ്. നിങ്ങളുടെ പ്രതീക്ഷ ഇതാണെങ്കിൽ അതനുസരിച്ച് ഞാൻ പെരുമാറിക്കോളാം. എപ്പോഴൊക്കെ നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നുവോ അപ്പോഴൊക്കെ നിങ്ങൾക്ക് എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് വരാവുന്നതാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ? അതിനെന്താ, ചോദിച്ചോളൂ മോളെ. ഒരു പെണ്ണിന്റെ ജീവിതം നല്ല രീതിയിലാവണമെങ്കിൽ നല്ലൊരു കുഞ്ഞ്, നല്ലൊരു ഭർത്താവ്, നല്ലൊരു അമ്മ, അതിലും പ്രധാനം നല്ലൊരു അച്ഛൻ ഉണ്ടാവണം. എനിക്ക് നിങ്ങളെ പോലൊരു നല്ല അച്ഛനെ കിട്ടിയിരുന്നെങ്കിൽ എന്റെ ജീവിതം ഇങ്ങനെ ആകില്ലായിരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ അച്ഛന്ന് വിളിച്ചോട്ടെ? ഞാൻ തെറ്റായിട്ട് വല്ലതും പറഞ്ഞെങ്കിൽ എന്നോട് ക്ഷമിക്കണം. നീയും എന്റെ മകള് തന്നെയാ മോളെ. നീ തെറ്റായിട്ട് ഒന്നും പറഞ്ഞില്ല മോളെ. നിങ്ങളൊരു താമരപ്പൂവാണെങ്കിലും ദൈവം നിങ്ങളെ ചെളിക്കകത്തല്ലേ ഇട്ട് വച്ചിരിക്കുന്നത്. ചെയ്യുന്ന തൊഴിലാണ് ദൈവം എന്നൊരു ചൊല്ലുണ്ട്. അതിന് നിങ്ങൾ ചെയ്യുന്ന ജോലി ശരിയാണെന്ന് ഞാൻ പറയില്ല. പക്ഷെ അതേ സമയം ഇതുപോലത്തെ ഒരു സ്ഥലത്തിരിക്കുന്ന നിങ്ങളെ തെറ്റായിട്ട് കാണുന്ന ഈ സമൂഹം ഒരു ദിവസം തീർച്ചയായും നിങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കണം. എന്താ സാർ ഇത്? ഞാൻ ആദ്യം തന്നെ രമേശിൻ്റെ അടുത്ത് പറഞ്ഞ പോലെ ഈ പേയ്മെന്റ് ഇന്റർവ്യൂവിനുള്ളതാ. ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ സർ എന്റെ ആവശ്യത്തിനാണ് ഇത് ചെയ്യുന്നതെന്ന്. എനിക്കിത് വേണ്ട സർ. എന്നെപ്പോലെ ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവരുടെ കയ്യിലേക്ക് ഈ പണം എത്തട്ടെ. എനിക്ക് തീർച്ചയായും അറിയായിരുന്നു നിങ്ങൾ ഈ പൈസ മേടിക്കില്ലെന്ന്. നിങ്ങൾ എനിക്ക് തന്ന ഇന്റർവ്യൂ ഞാൻ പബ്ലിഷ് ചെയ്യുന്ന സമയം എനിക്ക് അതിലൂടെ കുറേ പൈസ കിട്ടും. അത് ഞാൻ നിങ്ങളെപ്പോലെ കഷ്ടപ്പെടുന്ന സ്ത്രീകൾക്ക് വേണ്ടി ഞാൻ തീർച്ചയായും സമർപ്പിക്കും. നന്ദിയുണ്ട് സർ, ഒരുപാട് നന്ദി. അവസാനമായൊരു കാര്യം പറയാനുണ്ട്. ഈ പേന ഒരു കൊച്ചുകുട്ടിയുടെ കയ്യിൽ പോയാൽ പിച്ചും പേയും വരച്ചു വയ്ക്കും. ഒരു ചിത്രകാരൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു നല്ല ചിത്രം വരയ്ക്കും. അതേ ഒരു കവിയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു നല്ല കവിത ഉണ്ടാവും. അതുതന്നെ ഒരു പത്രപ്രവർത്തകന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പല ആൾക്കാരുടെ തലയെഴുത്ത് തന്നെ അവിടെ മാറും. ഈ ഇന്റർവ്യൂ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിനെ തന്നെ മാറ്റിമറിക്കുമെന്ന്
ഞാൻ വിശ്വസിക്കുന്നു.